തച്ചോളി ഒതേനക്കുറുപ്പ് പാലാട്ട് കോമന്റെ വകയിലൊരു അമ്മാവനാണ്. പാലാട്ടുകാരും തച്ചോളിക്കാരും തമ്മിൽ വളരെ പണ്ടൊരു വീട് പോലെ കഴിഞ്ഞിരുന്നവരാണ്. എന്തോ ചില്ലറ അഭിപ്രായ വ്യത്യാസങ്ങളാൽ ഇപ്പോൾ തമ്മിൽ അത്രയ്ക്ക് അടുപ്പമില്ല. എന്നാൽ പിണക്കവുമില്ല. കൊങ്കിയമ്മയ്ക്ക് തൻ്റെ മുറ സഹോദരനായ ഒതേനക്കുറുപ്പിനെ കുറിച്ച് വലിയ മതിപ്പും സ്നേഹവുമാണ് താനും. കൊങ്കിയമ്മ ഒതേനൻ്റെ കഥകളൊക്കെ മകനെ പറഞ്ഞ് കേൾപ്പിച്ചിരുന്നു. അപ്പോൾ മുതൽക്കേ കോമനൊരാഗ്രഹം, ആ അമ്മാവനെ ചെന്നൊന്ന് കാണണം. മാത്രവുമല്ല, ഉണ്ണിയമ്മയെ കുറുപ്പന്മാരിൽ നിന്ന് രക്ഷിച്ചെടുക്കുവാനുള്ള തൻ്റെ തീരുമാനത്തിന് എല്ലാ അനുഗ്രഹവും ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുകയും വേണം. ഒതേനക്കുറുപ്പ് പല അംഗങ്ങൾ ജയിച്ച രാജാവിനാൽ ബഹുമാനിക്കപ്പെട്ടു കഴിയുന്ന സമയമാണിത്. അടുത്ത ദിവസം രാവിലെ കോമനമ്മയുടെ അനുവാദത്തോടെ തച്ചോളി മാണിക്കവത്തേക്ക് പോയി. ഒതേനനും ചാപ്പാനും കളരി കഴിഞ്ഞ് മടങ്ങിയെത്തവേ വീടിനുള്ളിൽ കുഞ്ഞിക്കൊങ്കിയോട് സംസാരിച്ചു നിൽക്കുന്ന കോമക്കുറുപ്പിനെ കണ്ടെങ്കിലും ആളെ മനസ്സിലായില്ല. അവർ പടികടന്നു വന്നപ്പോൾ കുഞ്ഞിക്കൊങ്കി പറഞ്ഞു, ഇത് അനന്തരവൻ പാലാട്ട് കോമൻ, അമ്മാവനെ കാണാനെത്തിയതാണ്. കോമൻ കാൽ തൊട്ട് വന്നിക്കും മുൻപേ ഒതേനൻ അവനെ വാരിപ്പുണർന്നു. നിന്നെ കാണുവാൻ കാത്തിരിക്കുകയായിരുന്നു ഞാനും ചാപ്പാനും. കഥകളൊക്കെ ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. 90-ാം വീടരുടെ കടുങ്കൈകൾക്ക് ഒരു ചുട്ട മറുപടി തന്നെ കൊടുക്കണം. ഞങ്ങളുടെ എല്ലാ സഹായവും പിന്തുണയും ഉണ്ടാകും. ചാപ്പൻ പറഞ്ഞു. 90-ാം വീടരുടെ കുടിപ്പകയ്ക്ക് മുതലും പലിശയും ചേർത്ത് കണക്ക് തീർക്കുവാനുള്ള സമയം വൈകിയിരിക്കുന്നു. അവർ 3 പേരും ചേർന്ന് ഭാവി നീക്കങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. ചാപ്പൻ പരിപാടിക്ക് രൂപം നൽകിക്കൊണ്ട് പറഞ്ഞു, നാളെയും മറ്റന്നാളും അയ്യപ്പൻകാവിലെ വേൽപൂരങ്ങളാണ്. 90-ാം വീട്ടിലെ കറുപ്പന്മാർ ഒന്നില്ലാതെ പൂരത്തിനെത്തും. ഉണ്ണിയമ്മയെ സ്വതന്ത്രയാക്കി പൂരത്തിന് പങ്കെടുപ്പിക്കുവാൻ എന്തായാലും അവർ തയ്യാറായില്ല. ആ അവസരമാണ് മുതലാക്കേണ്ടത്. ഉത്സവം മുറുകി നിൽക്കുന്ന 2-ാം നാൾ കോമൻ 90-ാം വീട്ടിലെത്തി ഉണ്ണിയമ്മയെ മോചിപ്പിച്ചു കൊണ്ടുപോരണം. പോരേണ്ടത് പാലാട്ട് വീട്ടിലേക്കല്ല, അയ്യപ്പൻകാവിലെ ഉത്സവപ്പറമ്പിലേക്കാണ്. കുട്ടി മുതൽ വൃദ്ധന്മാർ വരെ പങ്കെടുക്കുന്ന ആ ജനവലിയെ സാക്ഷി നിർത്തിയാകണം കോമന്റെയും ഉണ്ണിയമ്മയുടെയും എഴുന്നള്ളത്ത്. എഴുന്നള്ളത്ത് എന്ന് വെറുതെ ഭംഗിക്ക് പറഞ്ഞതല്ല. തച്ചോളി വീട്ടിലെ കൊമ്പനാനിയെ അലങ്കരിച്ച് കാവിന് മുമ്പിൽ നിർത്തിയിരിക്കും. 2 പേരും രാജകീയ പ്രൗഢിയോടെ അതിൻ്റെ പുറത്തു വേണം കുറുപ്പന്മാരുടെ മുമ്പിലെത്തുവാൻ. പിന്നെയാണ് പൂരം. ചാപ്പൻ പറഞ്ഞു നിർത്തിയപ്പോൾ ഒതേനൻ ഇങ്ങനെ കൂട്ടിച്ചേർത്തു, എന്തിനും തയ്യാറായി കടത്തനാടൻ പടയും ഞങ്ങളും അവിടെ ഉണ്ടാകും. കോമൻ അമ്മാവന്മാരെ വണങ്ങി സന്തോഷത്തോടെ ഇറങ്ങവേ ഒതേനൻ വിളിച്ചു പറഞ്ഞു, എനിക്ക് നിന്റെ അമ്മയോടൊരു പിണക്കവുമില്ലെന്ന് പറയുക. ഇനി പൂരത്തിന് കാണും. പൂങ്കോഴി ചാത്തൻ കൂടി. കോമൻ 7:30 വെളുപ്പിന് ഉണർന്നു. കാവിലെ നിർമ്മാല്യ പൂജയ്ക്കുള്ള വാദ്യമേളങ്ങൾ കേട്ടു തുടങ്ങി. നേരം പുലർന്നു. കോമൻ കുളി കഴിഞ്ഞ് ആദ്യോത്യാവന്ദനം ചെയ്തു. ഇന്നത്തെ പ്രഭാതം കപ്പുള്ളി പാലാട്ട് വീട്ടുകാർക്ക് പുതിയ പ്രഭാതം കാഴ്ചവെക്കുകയാണ്. 100 നൂറ്റാണ്ട് പഴക്കമുള്ള കുടിപ്പകയുടെ കറുത്ത മേഘപടലം ഇന്നത്തെ സൂര്യോദയത്തോടെ ഓടി മറയട്ടെ എന്ന പ്രാർത്ഥനയോടെ കോമൻ പൂജയ്ക്കൊരുങ്ങി. ചന്ദനക്കുറി, തിലകം, പൊൻതിലകം എന്നിവയും കസ്തൂരിയും കളഭവും കൊണ്ടുള്ള കുറികളും വരച്ച് ചന്ദന തൈലവും പൂശി ആയുധ പൂജയും കഴിച്ച് അങ്കക്കച്ചയുടുത്ത് കോമൻ ഒരുങ്ങിക്കഴിഞ്ഞു. കൊങ്കിയമ്മയും കുളി കഴിഞ്ഞൊരുങ്ങി. അവർക്കിന്ന് പ്രധാനപ്പെട്ട 3 ചടങ്ങുകളാണ് മംഗളമാകേണ്ടത്. 1, മകൻ അവൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മോചിപ്പിച്ച് താലി കെട്ടുന്ന ചടങ്ങ്. 90-ാം വീടർ കപ്പുള്ളി പാലാട്ടുകാരെ കുടിപ്പക കൊണ്ട് ബന്ധിപ്പിച്ചിരുന്ന കറുത്ത ചരട് എന്നേക്കുമായി അറ്റുവീഴുന്ന മറ്റൊരു ചടങ്ങ്. പിന്നെ പോരാട്ടത്തിൻ്റെ പൂരം. കോമൻ ഒരുങ്ങിയിറങ്ങിയപ്പോൾ അമ്മ ഒരു പെട്ടകവും ഒരു വെള്ളിത്തൂക്കുപാത്രവും അവൻ്റെ മുമ്പിൽ വെച്ചു. മോനെ, നീ വെറുതെ പെണ്ണിനെ പിടിച്ചിറക്കി പോരരുത്. അവൾ അവിടെ തന്നെ ദേഹശുദ്ധി വരുത്തി ഈ പെട്ടകത്തിൽ അവൾക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചിട്ടുള്ള ആഭരണങ്ങൾ അണിയണം. ശരിയും ഒരു മണവാട്ടിയായി. പിന്നെ നിങ്ങൾ ഒരുമിച്ച് സദ്യ ഉണ്ണണം. അതിനായി ഈ വെള്ളിപ്പാത്രത്തിൽ ചെമ്പാച്ചോറും പാലാട്ട് ചാറുകളും പാലട പ്രഥമനുമുണ്ട്. 2 തൂശനിലകൾ കൂടി മുറിഞ്ഞു വയ്ക്കുക. അയ്യപ്പൻകാവിൽ ഉത്സവത്തിന് അമ്മയുടെ വക പ്രത്യേക പൂജയുണ്ടാകും. അമ്മ തച്ചോളി കുറുപ്പന്മാരോടൊപ്പം അവിടെ കാത്തു നിൽക്കും. ചെന്നേടം ചെന്ന് ജയിച്ചു വാ മോനെ. അമ്മ മകനെ അനുഗ്രഹിച്ച് യാത്രയാക്കി. ഒരുങ്ങി നിന്ന വെള്ളക്കുതിരയിലേക്ക് കോമൻ വലതുകാൽ വീശിയപ്പോൾ വലത്തൊഴിഞ്ഞ് ഇലഞ്ഞിത്തറയ്ക്കൽ 2 പൂപ്പൻ ഉറക്കെ ശബ്ദിച്ചു. 90-ാം വീട്ടിലെ ആനയ്ക്കും കാളയ്ക്കും പാമ്പിനും പട്ടിക്കും തത്തകൾക്കുമെല്ലാം തീറ്റയും കരുതി വെച്ചല്ല കോമൻ ചെന്നത്. ഇവിടെയൊക്കെ ഒച്ചവെക്കൽ കേട്ട് പുറത്തിറങ്ങിയ മല്ലന്മാർ കോമനെ കണ്ട് രാജാവിൻ്റെ എഴുന്നള്ളത്തോ ഈശ്വര എന്ന മട്ടിൽ കവാത്ത് മറന്നതുപോലെ നിന്നു. കോമൻ ഉറുമി ചൂണ്ടിയെടുത്തേക്ക് അവർ കൈ ഉയർത്തി നടന്നു. അവരെ പടിപ്പുര അറയിൽ കയറ്റി പൂട്ടിയിട്ടു. കാവൽ നായ്ക്കളെ പൂട്ടിയതോടെ യഥാർത്ഥ നായ്ക്കൾ പിന്നെ കുരനിർത്തി.
ആനയ്ക്കലർച്ചയില്ല, മൂരിക്ക് മുക്കറയുമില്ല. പാമ്പുകൾ പത്തിമടക്കി ചുരുണ്ടു, തത്തകൾ പരസ്പരം കുശലം പറഞ്ഞൊതുങ്ങി. പടിവാതിൽ ഇടിവെട്ടുന്ന ശബ്ദത്തോടെ പിളർന്നു വീഴുന്നത് കേട്ട് ഉണ്ണിയമ്മ മയിൽപ്പട പോലെ സന്തോഷിച്ചു. കുതിച്ചെത്തിയ ഗോമൻ അവളെ പൂട്ടിയിരുന്ന ഇരുമ്പഴിയുടെ 7 താക്കുകൾ വെട്ടിപ്പൊളിച്ചു. ചവിട്ടി തുറന്നപ്പോൾ ഉണ്ണിയമ്മ കണ്ണു തുടച്ച് പുറത്തിറങ്ങി. അവൾ അവനെ കെട്ടിപ്പുണർന്നു. ആലിംഗന ബദ്ധരായ അവർ നിമിഷങ്ങളോളം അങ്ങനെ നിന്നുപോയി. കോമൻ പറഞ്ഞതനുസരിച്ച് അവൾ ദേഹശുദ്ധി വരുത്തിയെത്തി. കൊങ്കിയമ്മ കൊടുത്തയച്ച ആടെ ആഭരണങ്ങൾ അണിഞ്ഞ് അവൾ പുതുമണവാട്ടിയായി. നിലവറയിലെ നീലക്കണ്ണാടിക്കുമ്മുക്കിൽ അവർ ഒരുമിച്ച് തങ്ങളെ തന്നെ നോക്കി നിന്ന് തൃപ്തരായി. പിന്നെ അവൾ ഇലയിട്ട് കുങ്ങിയമ്മ കൊടുത്തയച്ച സദ്യ 2 പേർക്കുമായി വിളമ്പി ഒരുമിച്ച് ഊണ് കഴിച്ചു. അയ്യപ്പൻകാവിൽ പൂരം പൊടി പൊടിക്കുകയാണ്. കെട്ടുവിളക്കും കാടുവെടിയും കോൽക്കളിയും വേലുകളിയും കണ്ട് ലഹരി പിടിച്ച ജനം ആർത്തു വിളിക്കുന്നു. ആനച്ചന്തങ്ങളിലെ ദീപക്കാഴ്ചകളിലോ ഒന്നുമല്ല ചാപ്പൻ്റെയും ഒതേനൻ്റെയും കണ്ണ്. അവർ ആ ആരവത്തിനായി കാതുകൂർപ്പിച്ച് നിൽപ്പാണ്. സമയം സന്ധ്യ കഴിഞ്ഞിരിക്കുന്നു. കുങ്കിയമ്മ കാവിലെ തൻ്റെ പ്രത്യേക പൂജയിൽ മുഴുകി പ്രാർത്ഥനയിലാണ്. ദാ കോമനെത്തി. ചാപ്പൻ പറഞ്ഞത് കേട്ട് ഒതേനൻ ചാപ്പനുമൊത്ത് അങ്ങോട്ട് നടന്നു. അയ്യപ്പൻ്റെ തിരുവെഴുന്നള്ളത്തിന് സമയമായി. 90-ാം വീട്ടിലെ 10 കുറുപ്പന്മാരും പ്രമാണികളായി ചമഞ്ഞ് അനുയായികളോടും പടയാളികളോടുമൊത്ത് ക്ഷേത്രനടയിൽ ചുറ്റിക്കറങ്ങുകയാണ്. ദാ ഒരു ഭാഗത്ത് മറ്റൊരു മേളം. ആളുകളുടെ ശ്രദ്ധ അങ്ങോട്ടേക്ക് പോയി. പെട്ടെന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ദേവീദേവന്മാരെ പോലെ പാലാട്ടുകോമനും ഉണ്ണിയമ്മയും തച്ചോളി ഉദയനൻ്റെ കൊമ്പനാനപ്പുറത്തേക്കെന്നുള്ള എഴുന്നള്ളപ്പാണ്. ഉദയനനും ചാപ്പനും തച്ചോളിപ്പടയും അകമ്പടി. കുറുപ്പന്മാർ അകലിൽ നിന്നും ആ കാഴ്ച കണ്ട് ഞെട്ടി. വരുന്നടാ, മൂത്ത കുറുപ്പ് അലറി. മറ്റു കുറുപ്പന്മാരും അനുയായികളും വാളും പരിചയം വീശി പിറകെ കുതിച്ചു. വെട്ടടാ രണ്ടിനെയും. മൂത്ത കുറുപ്പിൻ്റെ ഉത്തരവ് കേട്ട് മറ്റു കുറുപ്പന്മാരും അനുയായികളും ആനപ്പുറത്തിരുന്ന കോമൻ്റെയും ഉണ്ണിയമ്മയുടെയും നേർക്ക് ഒരുമിച്ച് വാൾ വീശി. കോമൻ്റെ ഉറുമി ഒരു കൊള്ളിമീൻ പോലെ ഇളകി മിന്നി. കുറുപ്പന്മാരുടെയും അനുയായികളുടെയും വാളുകൾ എലിവാണങ്ങൾ പോലെ പറന്ന് ഇങ്ങോ പതിച്ചു. ആനപ്പുറത്തു നിന്ന് പറന്നിറങ്ങിയ കോമൻ്റെ പരാക്രമം കണ്ട് ഉദയനനും ചാപ്പനും പുളകിളകാനണിഞ്ഞു. കുറുപ്പന്മാരുടെ കഴുത്തറ്റ് വീഴുമെന്നായപ്പോൾ ഉദയനനും ചാപ്പനും ഇടപെട്ടു. ഉദയനൻ പറഞ്ഞു, കുറുപ്പന്മാരെ, ജീവനിൽ കൊതിയുണ്ടെങ്കിൽ കീഴടങ്ങുക. ഇവൻ എൻ്റെ അനന്തരവനാണ്. കുറേ കാലമായി നിങ്ങൾക്ക് പേടി സ്വപ്നമായി മാറിയ പാലാട്ടു കോമൻ. നിങ്ങൾക്ക് കഴുത്ത് ഞെരിക്കുവാൻ കിട്ടാതെ പോയ പാലാട്ടെ കുങ്കിയമ്മയുടെ ഏക ആൺതിരി. ഇവൻ നിങ്ങളുടെ പെങ്ങളെ വീട്ടുകഴിഞ്ഞു. ഇനി താലികെട്ട എന്നൊരു ചടങ്ങേ ബാക്കിയുള്ളൂ. അത് വൈകാതെ ഈ അമ്പലനടയിൽ തന്നെ നടക്കും. കുടിപ്പക തുടരുവാനാണ് ഇനിയും 90-ാം വീടർക്ക് ഭാവമെങ്കിൽ ഇവരോടൊപ്പം തച്ചോളിക്കാരുമുണ്ട്. 90-ാം വീടിൻ്റെ അടിക്കല്ലിളക്കി നിരപ്പാക്കിയിട്ടേ ഞങ്ങൾ പിന്മാറും. പൊറുക്കണേ, ഞങ്ങൾക്കിനി ആരോടുമില്ല പക. ഞങ്ങളെ കൊല്ലാതിരുന്നാൽ മതിയേ. കുറുപ്പന്മാരുടെ കരച്ചിൽ കേട്ട് ഉദയനനും ചാപ്പനും ചിരിയടക്കുവാൻ പാടുപെട്ടു. ഉദയനൻ കുങ്കിയമ്മയെ വിളിച്ചു പറഞ്ഞ് അവരുടെ കൈ പിടിച്ച് കുറുപ്പന്മാരുടെ മുന്നിൽ കൊണ്ടു നിർത്തി പറഞ്ഞു, ധീരനായ പാലാട്ടുകോമനെ പ്രസവിച്ച വീരമാതാവാണ് ഈ നിൽക്കുന്ന കുങ്കിയമ്മ. കുറുപ്പന്മാർ അവരുടെ മുഖത്തേക്കൊന്ന് നോക്കി പെട്ടെന്ന് തലകുനിച്ചു. പെറ്റ മക്കളെപ്പോലെ കുടിപ്പകയുടെ പേരിൽ നീയൊക്കെ കരുണയില്ലാതെ കഴുത്തിഞ്ഞരിച്ച് കൊന്നതിനിടയിലും മനസ്സ് പതറാതെ ഒരു ആൺകുഞ്ഞിനെ നിന്റെ ഒന്നും കേൾക്കാതെ കല്ലറയിൽ വളർത്തി വീരനാക്കിയത് 90-ാം വീട്ടിലെ കുറുപ്പന്മാരുടെ കഴുത്തിഞ്ഞരിച്ച് വീഴ്ത്തുവാൻ മാത്രമാണ്. ഈ അമ്മ മകൻ്റെ നേർക്കൊന്ന് കൺതിരിച്ചാൽ ആ നിമിഷം മുതൽ 90-ാം വീട്ടിൽ ഒരു ആൺതിരി ബാക്കി ഉണ്ടാവില്ല. ഇനി നിങ്ങൾക്ക് മാപ്പ് തരണോ കൊല്ലണോ പറയും. വരയ്ക്കുവാൻ തുടങ്ങിയ കുറുപ്പന്മാരുടെ മുഖത്തേക്ക് കുങ്കിയമ്മയുടെ തീപാറുന്ന കണ്ണ് മാറി മാറി പതിച്ചു. ഒടുവിൽ അവർക്ക് കണ്ണ് നിറഞ്ഞു. അവർ പറഞ്ഞു, ഞാൻ മാപ്പാക്കുന്നു, നിങ്ങൾക്കുരുതിയില്ല. ആ കൊമ്പനാനെ പുറത്തിരിക്കുന്ന പെങ്ങളല്ലേ എൻ്റെ മരുമകളെ കുരുതി മാത്രം. കുറുപ്പന്മാർ കൂട്ടത്തോടെ കുങ്കിയമ്മയുടെ കാൽക്കൽ വീണു. മാപ്പാക്കണേ. യുദ്ധം ജയിച്ച മഹാറാണിയെപ്പോലെ ജയാരവങ്ങളുടെ സ്വീകരിക്കുന്നതിനത് പോലെ ആനപ്പുറത്ത് നിന്ന് കോമൻ്റെ കൈപിടിച്ചിറങ്ങിയ ഉണ്ണിയമ്മയെ ജനം ആവേശത്തോടെ വരവേറ്റു. അയ്യപ്പൻ്റെ എഴുന്നള്ളത്ത് കഴിഞ്ഞു. വെടിക്കെട്ടിന് തീ കൊടുത്തതോടെ മാലപ്പടക്കങ്ങളുടെ വെടിപൂരം. എലിവാണങ്ങൾ ചീറിയുയർന്നു. കോമൻ അമ്പലനടയിൽ ഉണ്ണിയമ്മയുടെ കഴുത്തിൽ താലി വെച്ചു. അത് വെറും ചടങ്ങ് മാത്രം. കാവിലെ പൂരം കഴിഞ്ഞ് മടങ്ങിയ ജനം മറ്റൊരാഘോഷത്തിന് വട്ടം കൂട്ടി. അതിന് മുൻകൈയെടുത്തത് 90-ാം വീട്ടിലെ കുറുപ്പന്മാരും. എല്ലാവരും കുറുപ്പന്മാർക്ക് പിന്നാലെ 90-ാം വീട്ടിലേക്ക് നീങ്ങി. ആനപ്പുറത്തേറിയ നവവധൂവരന്മാരെ വായ്ക്കുരുവിയോടും വാദ്യമേളങ്ങളോടു കൂടി അവർ 90-ാം വീട്ടിലേക്ക് ആനയിച്ചു. 90-ാം വീട്ടിലെ മുറ്റത്ത് വളരെ വേഗം ഒരു പൂപ്പന്തലും കല്യാണ മണ്ഡപവും ഒരുങ്ങി. കസവുമുണ്ടും മുലക്കച്ച കിട്ടിയ ആഭരണങ്ങൾ അണിഞ്ഞ് മുല്ലപ്പൂവും ചൂടിയ ഉണ്ണിയമ്മയുടെ കഴുത്തിൽ കോമൻ വെച്ചുകൊടുത്ത മിന്നി കെട്ടുവാൻ ഒരു സുന്ദരി പിന്നിലെത്തവേ 90-ാം വീടർ വായ പൊളിച്ച് പരസ്പരം നോക്കി. കുങ്കിയമ്മ പറഞ്ഞു, കോമനെപ്പറ്റ ദിവസം അവനെ രക്ഷിക്കുവാൻ ഒരു ദേവതയായി പിറന്ന് അന്ന് അവന് പകരം എൻ്റെ മുലപ്പാൽ നുണഞ്ഞ ചിരുതയാണിവൾ. ആ നിൽക്കുന്ന ചിരുതയുടെ മകൾ. കോമൻ അന്നും ഇന്നും ഇവൾ നേർപ്പെങ്ങൾ. ഔപചാരികമായി വിവാഹ ചടങ്ങും പിന്നെ സദ്യയും നടന്നു.
90-ാം വീടർ കെട്ടി ഉയർത്തിയ കുടിപ്പകയുടെ കോട്ട ഉണ്ണിയമ്മ ഉയർത്തിയ പ്രേമത്തിൻ്റെ പടവാളിന് മുമ്പിൽ ഇടിഞ്ഞും നിരപ്പായി. പുതുമണവാളിനെയും മണവാട്ടിയെയും കപ്പുള്ളി പാലാട്ടേക്ക് യാത്രയാക്കവേ എല്ലാവരുടെയുമായി ഉദയനക്കുറുപ്പ് പറഞ്ഞു. കുടിപ്പകയുടെ ഇരുതലവാൾ രണ്ടു പക്ഷത്തിനും നാശമേ വരുത്തൂ. ഒരുമയുടെയും സ്നേഹത്തിൻ്റെയും ഒരു തലവാൾ കൊണ്ട് പൊരുതി മുന്നേറുന്നതാണ് എന്നും നാടിന് നന്ന്. ഇതോടുകൂടി പാലാട്ടുകോമൻ്റെ കഥ അവസാനിക്കുകയാണ്. ഇനി കഥ തുടരുന്നത് തച്ചോളി ഉദയനക്കുറുപ്പൻ്റെ കഥയാണ്. തുടരും.